അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇരിക്കു സുലൈമാനെ. എന്താണ് അമേരിക്ക വല്ലാതെ? ഒന്നുമില്ല, 2 ദിവസമായിട്ടൊരു ചുമയും പനിയും, വല്ലാത്ത ക്ഷീണം. വീട്ടില് വിശേഷമൊന്നും ഇല്ലല്ലോ? അത് പറയാനാണ് ഞാൻ വന്നത്. ഉമ്മൂന് നല്ല സുഖമില്ല, 4-5 ദിവസമായിട്ട് കിടപ്പാണ്. പേടിക്കാനൊന്നുമില്ല, ഒരു പനി. ഉമ്മാനെയും ബാപ്പാനെയും ഒന്ന് കാണണമെന്ന്. ഉമ്മു പറഞ്ഞയച്ചതാണെന്ന് അവിടെ ആരും അറിയണ്ടെന്ന് പറഞ്ഞു. എനിക്ക് സുഖമില്ലെന്നുള്ള കാര്യം അവളെ അറിയിക്കണ്ട. പനി മാറിയ ഉടനെ ഞാൻ വരാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടോ ഹമീദേ? ഒന്നിനെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടതോടെ അവളുടെ മേലെ നിങ്ങൾക്കുള്ള അവകാശങ്ങളൊക്കെ തീർന്നായിരിക്കും വിചാരം. കുറച്ചു ദിവസമായി സുഖമില്ല കിടക്കായിരുന്നു. മോളെ, മോളെ, എന്താ അസുഖം മോളെ? ഒന്നുമില്ലമ്മ, ചെറിയ പനിയാ. ഡോക്ടറെ കാണിച്ചോ? മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ? നീ കുളി മാറിയിട്ടുണ്ടോ മോളെ? 4-5 ദിവസമായിട്ട് പനി പിടിച്ചു കിടക്കുന്ന ആ പെങ്കൊച്ചിനെ ഒരു ഡോക്ടറെ കാണിക്കാൻ നിങ്ങളെ കൊണ്ടായില്ല. കുരുമുളക് വെള്ളം കൊടുക്കുന്നുണ്ടത്രേ. കുരുമുളക് വെള്ളം. നിങ്ങളുടെ തറവാടിന്റെ അന്തസ്സാണ് ഈ കാണുന്നതൊക്കെ. ആലാക്കിന്റെ അവലും കഞ്ഞി. എന്റെ തറവാടിന്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യാൻ മാത്രം താൻ പറഞ്ഞല്ലോ കാക്ക. ഉമ്മ, ബാപ്പ മാമയുമായി വഴക്കിടുന്നു. ബാപ്പയോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. പറയട്ടെ മോളെ, പറയട്ടെ. ചാഞ്ഞു കിടക്കുന്നുണ്ടാ ഓടി കയറുന്നത്. അപ്പോ നിങ്ങൾ എന്നെ ഇവിടെ പൊറുക്കാൻ സമ്മതിക്കില്ലല്ലേ? ഒന്നു, ഈ നിലയിൽ ഇവിടെ പൊറുക്കണേലും നല്ലത് പൊറുക്കാതിരിക്കുകയാണ്. എന്നാ പിന്നെ നിങ്ങൾ എന്നെ കൊന്നുകള മോളെ. ബാപ്പാനെയും ഉമ്മാനെയും കണ്ടാൽ മനസ്സിനൊരു സമാധാനം കിട്ടുമെന്ന് കരുതി വിവരം അറിയിച്ചത്. ഇപ്പൊ ഉള്ള സമാധാനം കൂടി ഇല്ലാതായി. ഒരു പനി പിടിച്ചതിന് ഡോക്ടറെ വിളിക്കാന്ന് വെച്ചാൽ ബാക്കി വല്ലതും വരുമ്പോ ആരെ വിളിക്കും? നിങ്ങളോ നിങ്ങളുടെ മോളോ ഒന്ന് തുമ്മിയാ മതിയല്ലോ, അപ്പൊ ഡോക്ടറായി കുത്തിവെപ്പായി. എന്റെ മോള് പണമില്ലാത്തോളായി പോയി. എന്താ സംശയം? പൊന്നും മുതലും തന്ന് കെട്ടിച്ചയച്ചാലല്ലോ കാശും പുത്തനും ഉണ്ടാക്കിയവർക്ക് അത് ചെലവാകുമ്പോ നടന്നു തോന്നും. ആ, അതിനോടുള്ള ആർത്തി തോന്നിട്ടാ ഞാൻ എന്റെ മോളെ ഈ നിലയിൽ എത്തിച്ചത്. ആ, അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി? തന്റെ മോൾ അന്തസ്സോടെ ജീവിക്കണ്. വേണ്ട, ഹമീദിനെ കൊണ്ട് അധികം പറയിക്കണ്ട. നിങ്ങൾ എന്തിനാ ഒന്നും ഇരട്ടിയും പറഞ്ഞു വഴക്കൂടുന്നത്? നിങ്ങൾക്ക് അവളെ നോക്കാൻ പറ്റില്ലെങ്കിൽ പറ, ഞങ്ങൾ അവളെ കൊണ്ടുപോയി നോക്കിക്കോളാം. ഞങ്ങൾക്ക് അവളെ കളയാൻ പറ്റില്ലല്ലോ. ഒരു പനി പിടിച്ചപ്പോഴേക്കും ഞങ്ങൾ അവളെ പറഞ്ഞയച്ചെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. അവരവളെ കൊണ്ടുപോട്ടെ പാപ്പ. നീ ഇതിൽ അഭിപ്രായം ഒന്നും പറയണ്ട. ഞാൻ അവളുടെ കെട്ടിയവനാണെങ്കിൽ അഭിപ്രായം പറഞ്ഞേ പറ്റൂ. പനി തുടങ്ങി 2-ാം ദിവസം മുതൽ ഞാൻ പറയുന്നത് അവളെ ഒരു ഡോക്ടറെ കാണിക്കാൻ. ആരും അത് ചെവിക്കൊണ്ടില്ല. എനിക്ക് പനി പകരുമെന്ന് പറഞ്ഞ അവളെ ഒരു ഇരുട്ടുമുറി കൊണ്ടേ കിടത്തി. അവളെ എവിടെ ഇട്ട് കഷ്ടപ്പെടുന്നതിനേക്കാൾ ഭേദമല്ലേ പാപ്പ അവര് കൊണ്ടുപോകുന്നത്? അവർക്ക് അവളെ കൊണ്ടുപോണെങ്കിൽ കൊണ്ടുപോട്ടെ. അവര് കൊണ്ടുപോയതാണെന്ന് ആരും പറയില്ലല്ലോ. നമ്മൾ പറഞ്ഞാണെന്നല്ലേ പറയാ. നാണക്കേട്. ഞാൻ കാരണം ഈ കുടുംബത്തിന് ഇനി ഒരു നാണക്കേട് വരണ്ട. ഞാൻ എങ്ങോട്ടും വരുന്നില്ല. പിന്നെ ഇവിടെ കിടന്ന് അറിയിക്കാനാണോ നിന്റെ ആശ? ഇങ്ങനെ ഇടന്ന് മരിക്കാനാണ് വിധിയെങ്കിൽ അത് തടയാൻ ആർക്കും പറ്റില്ലല്ലോ. നീ ഞങ്ങളെ വേദനിപ്പിക്കരുത്, അത് നിനക്ക് ദോഷ. ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ ഇവിടുത്തെ നിലയോർത്ത് പറഞ്ഞതാണ്. ഉമ്മോ, ഈ വീട് ഞാൻ ആശിച്ചതല്ല, പക്ഷേ ഇവിടെ കാലുകുത്താനാണ് എനിക്ക് യോഗം ഉണ്ടായത്.
നമ്മുടെ മോള് ബാപ്പയോട് പകരം ചോദിക്കുക. താൻ ഒട്ടിക്ക് പോടോ, എന്നാ അത് തന്നെ ഒന്ന് കാണണം. എടോ ഇത് കോടതിയിൽ നിന്ന് ഉത്തരവാ. കോടതി ഉത്തരവാണെന്ന് മനസ്സിലായി, പക്ഷെ ഈ വീട്ടുകാർ വരുന്നവരൊന്നും ക്ഷമിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് ഒട്ടിക്കാൻ താൻ സമ്മതിക്കില്ല അല്ലേ? പോലീസിന് ആള് പോയിട്ടുണ്ടല്ലോ, അവര് വരട്ടെ. വരട്ടെ. എന്താ എന്താ ഇവിടെ? നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോയിരിക്കെ. താൻ ആള് കൊള്ളാമല്ലോ കാക്ക. ഇത്രയും നേരം ഇവർ വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു. വന്നപ്പോ താനത് ആളെ മക്കാരാക്ക. നിങ്ങൾ ഇയാൾക്ക് കൊടുക്കാനുള്ള പണം കിട്ടാതായപ്പോ ഇയാൾ കേസ് കൊടുത്തു. നിങ്ങൾ 3 മാസത്തിനും എന്റെ കടം തീർക്കാന്നല്ലേ പറഞ്ഞത്. ഞങ്ങൾ ഈ വീട് ജപ്തി ചെയ്യാനുള്ള ഓർഡറുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് കത്തി ഒരു പിടിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല സാറേ, ഞാൻ ഒരു അറുപതുകാരനല്ലേ. കടയിലേക്ക് പോകുന്ന വഴി ഇവരെ കണ്ടു, ഇവിടെ നിന്നു. തനിക്ക് തരാനുള്ള 4300 രൂപ. ഉച്ചടിച്ചോ നിൽക്കുന്നതിനെ പോകരുതോ? ഇങ്ങനെയുള്ള സഹായങ്ങൾക്കൊക്കെയാ അയൽവക്കക്കാരുള്ളത്. മോക്ക് ഇനി ഒരു പേര് കണ്ടുപിടിക്കണം. ഉപ്പപ്പാതൻ ഒരു പേരും കിടും. ഓ, ഞാൻ എന്ത് പേരിടാനാ? എനിക്ക് പഴയ പേരുകളെ അറിയാവൂ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ പേരുകളൊന്നും ഇഷ്ടപ്പെടില്ല. പണ്ട് പട്ടിക്കും പൂച്ചയ്ക്കും ഇട്ടുന്ന പേരുകളല്ലേ ഇപ്പൊ മനുഷ്യക്കിടുന്നത്. കുഞ്ഞിന്റെ വാപ്പായും ഉമ്മായും കൂടെ ഒരു നല്ല പേര് കണ്ടുപിടിച്ചാൽ മോളെ, കൊച്ചുമോളെ, കൊച്ചുമോളെ. ബാപ്പ പറഞ്ഞത് കേട്ടില്ലേ? പുതുപുത്തൻ നല്ലൊരു പേര് കണ്ടുപിടിച്ചു. ഞാനൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. മരിച്ചുപോയ നിന്റെ ഉമ്മാടെ പേര്. വേണ്ട. അതെന്താ? നീ ഏതെങ്കിലും പേര് മനസ്സിൽ കരുതിയിട്ടുണ്ടോ? പറഞ്ഞാലിടോ. പിന്നെന്താ? പാക്ക് മാറരുത്. നിന്നാണ് ഞാൻ വാക്ക് മാറില്ല. ഉമ്മ കുൽസൂന്ന്. എന്നെ കളിയാക്കുകയാണല്ലേ? അല്ല, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഉമ്മ കുൽസുവിനെ ഞാൻ കണ്ടിട്ടില്ല. കുളി മാറിയെന്ന് മനസ്സിലാക്കിയ ദിവസം ഞാൻ തീരുമാനിച്ചതാ, പെൺകുഞ്ഞാണെങ്കിൽ ഉമ്മ കുൽസുന്ന് പേരിടണമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരല്ലേ അത്?